Hi students, today let's discuss regarding psychosocial aspects of critical care nursing. So before going to discuss more about the psychosocial aspect, you should know what are the common emotional response of the patients towards the illness. Okay, so illness means it is an abnormal process in which any aspect of person's functioning is altered as compared to previous level when an individual's hemodynamics is disturbed. Illness എന്ന് പറയുന്നത് it is not a normal process. It is an abnormal process, isn't it? So നമുക്കൊരു അസുഖം വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു നോർമൽ ബാലൻസിങ് അവിടെ ചേഞ്ച് ആവുന്നു. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ കെയർ ഇൽനെസ് എന്ന് പറയുന്നത് ലൈക്ക് ക്രോണിക് ഇൽനെസ് ലൈക്ക് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാൻസർ ആയിക്കോട്ടെ, അങ്ങനത്തെ ഇൽനെസ്സസ് തന്നെ പേഷ്യൻറ്റിനെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കും. ഓക്കെ, stress is defined as adjust demand that requires an adaptive response. അപ്പം എപ്പോഴും ഒരു നോർമൽ സിറ്റുവേഷനിൽ നിന്ന് മാറി നമുക്കൊരു നോർമൽ ഇക്വിലിബ്രിയം ഒരു ചേഞ്ച് വരുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ സ്ട്രെസ്. ഓക്കെ, സോ അതിനൊക്കെ ഒത്തിരി ഇഫ് ഇറ്റ് ഷുഡ് ബി മാനേജ് പ്രോപ്പർലി, ഇതിനുള്ളിൽ ദ പേഴ്സൺസ് ഓപ്റ്റിമൽ ഇക്വിലിബ്രിയം ക്യാൻ ബി മെയിൻറ്റെയിൻ. അല്ലെ, ആ ഒരു സ്ട്രെസ്സിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദറ്റ് ക്യാൻ ബി ലീഡിങ് ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്റേണൽ ബാലൻസ് തന്നെ അവിടെ തെറ്റും. അപ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു MA വന്നു, ചെസ്റ്റ് പെയിൻ വന്നു, ഒരു കാർഡിയക് അറസ്റ്റിലേക്ക് പോയി, അത് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീരിയസ് ഇൽനെസ് ആണ് അല്ലേ. അപ്പോൾ അവർ ഇത്രയും നാൾ ചെയ്തപ്പോൾ അവരുടെ വൺസ് അവർ അതിൽ നിന്ന് റിക്കവർ ആയി കഴിഞ്ഞാൽ അവരുടെ ഫുൾ റൂട്ടീൻ ചേഞ്ച് ചെയ്യണം. അവർ ഇപ്പോൾ ഇൻറ്റുബേഷൻ ആണെങ്കിൽ ആ ഇൻറ്റുബേഷൻ കഴിഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു പോസ്റ്റ് റെസിസ്റ്റേറ്റീവ് പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അല്ലെ. കുറേ നാളത്തെ ICU സ്റ്റേ വേണം. ഇതൊക്കെ അവരെ സംബന്ധിച്ചിട്ട് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനത്തെ പല ഡിസീസ് കണ്ടീഷൻസ്. ഓക്കെ, stress is a condition in which the human system responds to changes in its normal balance state. എപ്പോഴും സ്ട്രെസ് നമുക്കൊരു നോർമൽ ബാലൻസ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് വേണം നമ്മളതിനെ മാനേജ് ചെയ്യാൻ. ഓക്കെ, സ്ട്രെസ് ദാറ്റ് ഈസ് എനിത്തിങ് ദാറ്റ് കോസസ് സ്ട്രെസ്. എന്താണ് സ്ട്രെസ്സിലേക്ക് നയിക്കുന്ന ആ ഒരു ഫാക്ടറിന് നമ്മൾക്ക് സ്ട്രെസ് എന്ന് പറയും. മെയിൻലി നമ്മുടെ ബോഡിയിൽ തന്നെ ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, external factors ഉണ്ട്. Okay, internal factors എന്ന് പറയുന്നത് the physiological processes that has been taken place in our body or the mental processing like cognition ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ടെൻഷൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻ, these are some of the internal process that is being taken place. It can affect the stress. Okay, external എന്ന് പറയുന്നത് നമ്മുടെ external surroundings like ഇപ്പം സിവിയർ നോയ്സസ് ആവാം, അല്ലെങ്കിൽ സിവിയർ വർക്ക് സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ പൂവർ റിലേഷൻഷിപ്പ് ആവാം, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു സ്റ്റെബിലിറ്റി കുറയുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് ആവും. അങ്ങനെ പല ഫാക്ടേഴ്സും സ്ട്രെസ്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. So in the critical care nursing aspect, we can classify the stresses into two groups, that is patient and family stresses as well as staff stresses. അല്ലെ, എപ്പോഴും പേഷ്യന്റ് മാത്രമല്ല ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ, അവര് മാത്രമല്ല അവരെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്ന നേഴ്സും അതിനൊരു ഭാഗമാണ്. അപ്പം പേഷ്യന്റിന്റെ സ്ട്രെസ് നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ സ്റ്റാഫിന്റെ സ്ട്രെസ് നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, വാട്ട് ആർ ദ കോമൺ പേഷ്യന്റ് ആൻഡ് ഫാമിലി സ്ട്രെസ്സസ്? ഫസ്റ്റ് ഓഫ് ഓൾ, അൺഫെമിലിയർ എൻവയോൺമെന്റ് ആൻഡ് ന്യൂ ഫേസസ്. നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്തൊരു എൻവയോൺമെന്റ് ICU എന്ന് പറയുന്നത്. അവിടുത്തെ പുതിയ ന്യൂ എക്യുപ്മെന്റ്സ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു അൺഫെമിലിയർ പ്രോട്ടോകോൾസ് അല്ലെ. നമുക്കിപ്പം വാർഡിലെ പോലെ ഇപ്പോഴും പേഷ്യന്റ് അടുത്ത് പോയി നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവിടുത്തെ രീതിയെ പോലെ പേഷ്യന്റ് ഇപ്പോഴും കാണാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ കുറെ വിസിറ്റിംഗ് ടൈം ഉണ്ട്. അതുപോലെ പേഷ്യന്റ് ഒത്തിരി എക്യുപ്മെന്റ്സോട് അവർ കണക്റ്റഡ് ആണ്. ചിലപ്പോൾ പേഷ്യന്റ് കോൺഷ്യസ് ആവണമെന്നില്ല. അവർ പോയി സംടൈംസ് പേഷ്യന്റ് ഈസ് ഓൺ മെക്കാനിക്കൽ വെന്റിലേറ്റർ സപ്പോർട്ട്. അങ്ങനത്തെ ഒക്കെ ഒത്തിരി ഒരു അൺഫെമിലിയർ സിറ്റുവേഷൻസിലേക്ക് പോകുമ്പോൾ തന്നെ ദ പേഷ്യന്റ് ഗെറ്റ്സ് ഓർ ദ ഫാമിലി ഗെറ്റ്സ് വാട്ട് tensed or stressed. നോയിസ് ഓർ ലൈറ്റ് ലെവൽസ്, എപ്പോഴും അലാം അല്ലെ, എപ്പോഴും വെന്റിലേറ്റർ സെറ്റിംഗ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോണിറ്റേഴ്സിന്റെ അലാംസ് ആണ് നമ്മൾ എപ്പോഴും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് പോകുമ്പോൾ എപ്പോഴും അതിപ്പോൾ 21 ബെഡ് അല്ലെങ്കിൽ 10 ബെഡ് ആയിക്കോട്ടെ, 12 ബെഡ് ആയിക്കോട്ടെ, ഓരോ ബെഡും കാർഡിയക് മോണിറ്റേഴ്സ് ആണ്. അപ്പം ഓരോ സെറ്റിംഗ്സിനെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ കംപ്ലീറ്റ് ആ ഒരു സെറ്റിംഗ്സിൽ അലാംസ് ഒക്കെ വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് നമുക്ക് വരും. ദെൻ സെൻസറി ഡിപ്രിവേഷൻ ഓർ ഓവർലോഡ്, പല രീതിയിലുള്ള ഒച്ചകൾ, ശബ്ദങ്ങൾ കേൾക്കുന്നു, മെഷീന്റെ സപ്പോർട്ട് ഒച്ചയായിക്കോട്ടെ. അങ്ങനെ വരുമ്പോൾ പേഷ്യന്റിന് ഒരു സെൻസറി ഓവർലോഡ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ററപ്ഷൻസ് ഓഫ് സ്ലീപ്പ് വേക്ക് സൈക്കിൾസ്, അവർ ഇത്രയും നാൾ ഫോളോ ചെയ്ത ഒരു റുട്ടീൻ ആയിരിക്കത്തില്ല ICUവിൽ. ചിലപ്പം മോർണിംഗിലാണെങ്കിൽ അവർക്ക് ഡെയിലി ബാത്ത് കൊടുക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ
അവർക്ക് മെഡിസിൻ കൊടുക്കുന്ന സമയമായിരിക്കും. ചിലപ്പോൾ അവർ നന്നായിട്ട് ഉറങ്ങുന്ന സമയത്തായിരിക്കും അവർക്ക് മെഡിസിൻ കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുന്നത്. അപ്പോൾ ആ ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിളിൽ തന്നെ കംപ്ലീറ്റ് ഒരു ഇൻട്രപ്ഷൻ വരുന്നുണ്ട്. ഇൻആക്സസിബിലിറ്റി ഓഫ് ഫാമിലി ഫ്രണ്ട്സ്. എപ്പോഴും ഐസിയിലെ പേഷ്യൻസിന് മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഇഫ് ദേ ആർ കോൺഷ്യസ്, ദേ ആർ വെരി മച്ച് കോൺഷ്യസ് അബൌട്ട് ദ ഫാമിലി. അവരൊന്ന് വൺസ് വീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരൊന്ന് കുറച്ച് ആക്റ്റീവ് ആയി കഴിഞ്ഞു, ഒന്ന് റിക്കവർ ആയി കഴിയുമ്പോൾ അവരാദ്യം ആവശ്യപ്പെടുന്ന അവരുടെ നിയർ റിലേറ്റീവ്സിനെ കാണാൻ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണാനായിരിക്കും ആവശ്യപ്പെടും. അപ്പം അത് ഭയങ്കര ഒരു അവരുടെ കൺസേൺ ആണല്ലേ, അവരൊന്ന് കാണുക, അവരോട് സംസാരിക്കുക. അപ്പം അതിനൊരു ആക്സസിബിലിറ്റി ഇല്ലാത്ത വരുമ്പോൾ പേഷ്യൻ്റ് കൂടുതലും സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. ലാക്ക് ഓഫ് പ്രൈവസി. ഒന്നും ഒരു ഇപ്പം എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുന്നു, അപ്പം അവർക്ക് ടെൻഷനാണ്. ഓപ്പോസിറ്റ് ആൾക്കാരുണ്ട് അല്ലെ, ഓപ്പോസിറ്റ് സൈഡ് ബെഡിൽ ആൾക്കാരുണ്ട്. അപ്പം അത് അവരുടെ ബോഡി എക്സ്പോസ്ഡ് ആക്കുമോ, ആവശ്യമില്ലാതെ അൺനെസസറി എക്സ്പോഷർ ഉണ്ടാവുമോ, അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കോൺഷ്യസ് ഇതിലാണ്, മൈൻഡാണ്. ഓക്കെ. ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഓർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രോബ്ലംസ്. എന്താണ് സംഭവിക്കുന്നത്, നെക്സ്റ്റ് എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയി റിക്കവർ ആവുമോ, അത് ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും എൻ്റെ ലൈഫ് ഫുൾ, അല്ലെങ്കിൽ എൻ്റെ ഡെത്ത് ഇമ്മിനൻ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പേഷ്യൻ്റ് എപ്പോഴും അതൊരു അൺക്ലിയർ ആണ്. ഓക്കെ. ദ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഓർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയറാണ് ചെയ്യുന്നത്, അതെന്തിനു ചെയ്യുന്നു, അവർക്ക് അല്പം അല്ലെങ്കിൽ എത്ര നാളേക്ക് ICU കിടക്കുന്നത്. ഇതിപ്പോഴും ഒരു ICU കോൺഷ്യസ് ആയ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു ICU വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എത്ര ദിവസം കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്നാ എന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ റൗണ്ട്സിന് കഴിഞ്ഞ് പോയാൽ ഫസ്റ്റ് അവർ നഴ്സിനോട് ചോദിക്കുന്ന ആദ്യത്തെ സെൻറ്റൻസ് സിസ്റ്റർ എന്നെ ഒന്ന് ഡിസ്ചാർജ് ആക്കുമോ, അല്ലെങ്കിൽ എനിക്കിന്ന് വാർഡിലോട്ട് പോകാൻ പറ്റും. സോ ദേ ആർ വെരി കെയർ, ഓർ they are very much anxious about this kind of protocols and procedures in ICU. Then anticipation of painful interventions. അവർക്കെല്ലാം പെയിൻഫുൾ ആയിട്ടാണ് തോന്നുന്നത്. ലൈക്ക് ഒരു ഇഞ്ചക്ഷൻസ് എടുക്കാൻ വരുന്നോട്ടെ, അപ്പൊ അവര് അണ്ടർഗോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെയിൻഫുൾ ഇന്റർവെൻഷൻസ് ആയിരിക്കും. ലൈക്ക് ഇൻറ്റുബേഷൻ ആയിരിക്കും. ഇൻറ്റുബേഷൻ ഒക്കെ പേഷ്യന്റ് അറിയത്തില്ല, അത് അവരെ സെഡേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ അൺകോൺഷ്യസ് ലെവലിലായിരിക്കും അത് ചെയ്യുന്നത്. അതിനപ്പുറമുള്ള ബാക്കി കാര്യങ്ങൾ ലൈക്ക് ബ്ലഡ് എടുക്കുന്നു, അവർക്ക് ഇൻട്രാവിനസ് ലൈൻ ഇടുന്നു, കത്തീറ്റേഴ്സ് ഇടുന്നു, ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് പെയിൻഫുൾ സ്റ്റിമുലേ കൊടുക്കുന്നതാണ്. ഇമ്പയർഡ് കമ്മ്യൂണിക്കേഷൻ. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി 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 important aspect that we should take it as very സീരിയസ് അല്ലെ. എപ്പോഴും പേഷ്യൻ്റ് അഡിക്വേറ്റ് ആണ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പല പ്രശ്നങ്ങളും നമുക്ക് അവിടെ തീർക്കാനായിട്ട് സാധിക്കും. അവരോട് കാര്യങ്ങൾ പറയാം, ഇന്നതാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് വന്ന് ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇത്ര ദിവസം കൊണ്ട് ഇവിടുന്ന് പോകാം, കുറെ ഇന്നത്തെ റിപ്പോർട്ട് നല്ല രീതിയിൽ ഒരു ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ തന്നെ അവർക്ക് റിലീഫാണ്. ഓക്കെ. ദെൻ ഒബ്സർവേഷൻ ഓഫ് ക്രൈസിസ് ഇന്റർവെൻഷൻസ് ഇൻ അതർ പേഷ്യൻസ്. ഇവർ കാണുന്നത് അവർക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നയാളും ക്രിട്ടിക്കലി ഇൽനെസ് ഉള്ള പേഷ്യൻസ് ആയിരിക്കും. ഓക്കെ. സോ ആ ക്രിട്ടിക്കലി ഇൽനെസ് ഉള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇവർ കാണും. ഇപ്പോൾ പേഷ്യൻ്റ് വൺസ് കോൺഷ്യസ് ആയി കഴിയുമ്പോൾ ചിലപ്പം ഓപ്പോസിറ്റ് ബെഡിലുള്ള ആൾക്കാർക്ക് ഇൻഡിബേറ്റ് ചെയ്യുന്നതായിരിക്കും ഇവർ കാണുന്നത്. ഓക്കെ. സോ ആ ഒരു പ്രൊസീജിയർ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ മനസ്സിൽ നിന്ന് വരും, ടെൻഷൻ വരും. അതുമല്ല ഇപ്പം ഓപ്പോസിറ്റ് കിടക്കുന്ന രോഗി ചിലപ്പം ഡെത്തായിപ്പോ, പെട്ടെന്ന് ഡെത്തായിപ്പോ, സോ ആ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്ക് ആ ഒരു ടെൻഷൻ കയറും. ഓക്കെ. ദെൻ ഫിയർ റിലേറ്റഡ് ടു ഡയഗ്നോസിസ്. എന്തായിരിക്കും എൻ്റെ ഡയഗ്നോസിസ്. ചിലപ്പോൾ പല ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ വിടുന്നേ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പം മൈക്കാർഡിയൽ ഇൻഫാക്ഷൻ ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റിന് വീണ്ടും ചെയ്ത് വരുമ്പോഴായിരിക്കും ഒരു കാർഡിയക് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു CABG സർജറി എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രൊസീജിയറിലേക്ക് പേഷ്യന്റ് ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് അറിയത്തില്ല എന്താണ് നെക്സ്റ്റ് ഡയഗ്നോസിസ്. ഓക്കെ. ഫിയർ. എപ്പോഴും പേഷ്യന്റ് പേടിക്കുന്ന അവരുടെ മരണമാണ്. കുറെ ആൾക്കാരുടെ തെറ്റിദ്ധാരണ ICU കയറ്റിയ ഉടനെ മരിക്കാറായി ആ ഒരു കൺസെപ്റ്റാണ്. അങ്ങനെയല്ല. ഓക്കെ. ഇപ്പൊ SIC നമ്മൾ സർജിക്കൽ ICU പേഷ്യന്റിനെ കൊണ്ടിടുന്നു, അവിടെ മരിക്കാറായിട്ടാണ് ഇടുന്നത്. അല്ല, അവർ വൺസ് അവരുടെ ഒരു റിക്കവറി പീരീഡ് കഴിയുമ്പോൾ they will be shifted back to their wards or concerned departments. ഓക്കെ. അപ്പം ചിലപ്പോൾ അവർ കാണും ഇപ്പൊ അവിടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ബെഡിലെ ആൾക്കാർ പെട്ടെന്ന് ഡെത്ത് ആവുന്നു, അത് ഒരു പേടി ഉണ്ടാക്കും. കോൺഫ്ലിക്ട് ബിറ്റ്വീൻ പേഷ്യന്റ് ഓർ ഫാമിലി കോൾസ് ആൻഡ് സ്റ്റാഫ് കോൾസ്. അപ്പൊ നമ്മുടെ ഒരു റുട്ടീൻ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളുമായിട്ടല്ല അവിടുത്തെ പ്രോട്ടോകോൾസ് പോകുന്നത്. സോ അതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാറുണ്ട്. ദെൻ പെയിൻഫുൾ സ്റ്റിമുലൈ ഈസ് എ മെയിൻ സ്ട്രെസ് എമംഗ് ICU പേഷ്യൻസ്. ദെൻ സ്റ്റാഫ് സ്ട്രെസ്സസ്. നമ്മൾ പേഷ്യന്റെ കാര്യം പറഞ്ഞതോടൊപ്പം നമ്മൾ സ്റ്റാഫിന്റെ കാര്യം കൂടെ പറയേണ്ടതാണ്. ഓക്കെ. എന്തൊക്കെയാണ് സ്റ്റാഫിന്റെ സ്ട്രെസ്? എക്സ്പെക്ടേഷൻസ് ഓഫ് സെൽഫ്. എപ്പോഴും നമ്മൾ ICUവിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എന്ന് പറയുന്നത് they should have efficient quality as well as efficient experience in managing or handling the emergency situations. അത് വാർഡിലെ സ്റ്റാഫിനെ പോലെ ആയിരിക്കും. they should be highly efficient and knowledgeable person. അല്ലെങ്കിൽ മാത്രമേ അവർക്ക് മാക്സിമം അവർക്ക് ഇൻപുട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം അവർ ഡീൽ ചെയ്യുന്ന ക്രിട്ടിക്കൽ പേഷ്യൻസ് ആയതുകൊണ്ട് they should have the responsibility to manage an emergency situation. Okay.
അപ്പം അവരുടെ എക്സ്പെക്ടേഷൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അവർക്ക് സ്റ്റാഫ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലായിക്കോട്ടെ, സൂപ്പർവൈസേഴ്സ് ലെവലായിക്കോട്ടെ, അവർ കൊടുക്കുന്ന പ്രഷറും കൂടുതലായിരിക്കും. സോ അവർ നല്ല രീതിയിൽ ക്വാളിറ്റി കെയർ കൊടുത്തെങ്കിൽ മാത്രമേ ഹൈ റിക്കവറി പേഷ്യൻ്റ് ഉണ്ടാവുകയുള്ളൂ. ക്ലോസ്ഡ് വർക്ക് ക്രൗഡഡ് വർക്ക് ഏരിയ, എപ്പോഴും ICU എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഏരിയ ആണ് അല്ലേ. അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആയിക്കോട്ടെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ആരും ഒരു ഹാപ്പി ഇതിലായിരിക്കത്തില്ല. കാരണം അവരുടെ ഡീൽ ചെയ്യുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അവരുടെ ഡീൽ ചെയ്യുന്ന കണ്ടീഷൻസ് ആയിക്കോട്ടെ എല്ലാം ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പം അത് തന്നെ അവർക്കൊരു സ്ട്രെസ്സാണ്. കോൺസ്റ്റന്റ് കോണ്ടാക്ട് വിത്ത് സീരിയസ്ലി ഇല്ലവർ ഡൈയിങ് പേഷ്യൻ്റ് ഉണ്ട്. അതായത് എപ്പോഴും ഇപ്പൊ ഇൻറ്റുബേഷൻ നടക്കുന്നു, എപ്പോഴും മാനേജ് ഇപ്പൊ അറസ്റ്റ് പോകുന്ന പേഷ്യന് വേണ്ടി CPR കൊടുത്ത് പേഷ്യന്റ് ഇൻറ്റുബേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ സമയത്തായിരിക്കും നെക്സ്റ്റ് ബെഡിലെ പേഷ്യന് വീണ്ടും അറസ്റ്റ് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ഒരു ഹൈ റിസ്ക് ഉള്ള ഒരു ഗ്രൂപ്പിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു കണ്ടിന്യൂസ് ആ ഒരു നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പേഷ്യന്റ് സ്റ്റാഫിന് ഒരു സ്ട്രെസ് തോന്നും. കണ്ടിന്യൂസ് വിജിലൻസ് ഓവർ മൾട്ടിപ്പിൾ പേഷ്യൻസ്. ഇപ്പം സ്റ്റാഫ് ഷോർട്ടേജ് വന്ന ഒരു പേഷ്യന്റിന് തന്നെ 2-3 പേഷ്യന്റിന് ഒരു സ്റ്റാഫ് എടുക്കേണ്ടതായിട്ട് വരും. അതെല്ലാം ക്രിട്ടിക്കലി പേഷ്യൻസ് ആണെങ്കിൽ കണ്ടിന്യൂസ് വിജിലൻസ് അവർക്ക് വേണം. അത് അവർക്ക് സ്ട്രെസ് വരും. കോൺസ്റ്റന്റ് എമർജൻസി റെഡിനെസ്, ഏത് സമയത്തും ഒരു ഇൻറ്റുബേഷൻ റെഡിയാവാൻ, ഒരു CPAN റെഡിയായി നിൽക്കേണ്ട സ്റ്റാഫാണ് എപ്പോഴും ICU. അപ്പം ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് അവർക്ക് ഉണ്ടാവില്ല. സസ്റ്റെയിൻ ഹൈ ആക്ടിവിറ്റി ലെവൽ, എപ്പോഴും അവർ മാക്സിമം ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ലിമിറ്റഡ് ബ്രേക്ക് ഫ്രം ഹൈ സ്ട്രെസ് ഇവന്റ്. ഇപ്പം ഒരു ബാക്കി വാർഡിലെ പോലെ നമുക്കൊരു നൈറ്റിനാണെങ്കിൽ കുറച്ച് നേരത്തെ ഒരു റിലീഫ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് നമുക്ക് റിലീഫ് കിട്ടത്തില്ല. കംപ്ലീറ്റ് നമ്മൾ വൺസ് ഡ്യൂട്ടി കയറി ഇറങ്ങുന്നതിന് വരെ ചിലപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ്സിലേക്കായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ലിമിറ്റഡ് കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ പേഷ്യൻസിനോടാണെങ്കിൽ ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് പേഷ്യൻസ് ആണെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. നെക്സ്റ്റ് ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫ് ആണെങ്കിലും അവരും ക്രൈസിസ് മാനേജ്മെന്റ്, എമർജൻസി മാനേജ്മെന്റ്, അതിന്റെ സമയം നമുക്കൊരു നല്ലൊരു തെറാപ്പിയുടെ അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഓട്ടോമാറ്റിക്കലി അതും സ്ട്രെസ്സിലേക്ക് നയിക്കാം. ഐസൊലേഷൻ ഫ്രം അതർ നഴ്സസ് ഇൻ ഹോസ്പിറ്റൽ, മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. Okay, then ethical conflicts related to resuscitation and use of life support equipment. ചില പേഷ്യൻസ് നമ്മൾ എന്തുമാത്രം ഇൻറ്റുബേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പേഷ്യന്റ് റിക്കവറി അവിടെ കാണത്തില്ല. സോ അതും പേഷ്യന്റിന് അത് നമ്മൾക്കൊരു എന്താ പറയുക ഒരു സ്ട്രെസ് ആയിട്ട് തോന്നും. ഓക്കെ, ദെൻ ലീഗൽ ഇഷ്യൂസ്, ഇപ്പം എന്തെങ്കിലും മെഡിക്കൽ ലീഗൽ ആക്സിഡന്റ് കേസസ് വന്നു, അപ്പം ഇൻബിറ്റ്വീൻ അവരുടെ ആ റെക്കോർഡിംഗ് ഒക്കെ ഭയങ്കര കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ ഭയങ്കര വിജിലന്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. കാരണം എന്തെങ്കിലും ഒരു എറർ വന്നാൽ അത് കോർട്ട് വരെ പോകാവുന്ന കേസസ് ആയി പോകും. സോ അത് ലീഗൽ ഇഷ്യൂസ് ഒത്തിരി അധികം നമ്മുടെ ഡോക്യുമെന്റേഷൻ വരാറുണ്ട്. പിന്നെ എക്സ്പോഷർ ടു ഇൻഫെക്ഷ്യസ് ഡിസീസസ്, എപ്പോഴും നമ്മൾ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുമ്പം അവർക്കുള്ള ഇൻഫെക്ഷൻസ് ചിലപ്പോൾ നമ്മളിലേക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ആ രീതിയിൽ ഹൈലി ഇൻഫെക്ഷൻസ് ഡിസീസസ് സ്പ്രെഡ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അഡാപ്റ്റേഷൻ. What is adaptation? So adaptation means it is a series of responses made by the individual in reaction to stressors. These responses are constant as the individual tries to maintain balance in both internal and external environment. Adaptation എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കുറേ റെസ്പോൺസ് ആണ്. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ. പോസിറ്റീവ് ആയിട്ട് രീതിയിൽ നമ്മൾ അതിനെ അഡാപ്റ്റ് ചെയ്യുന്നെങ്കിൽ we will get a positive response. അല്ലേ? ഇപ്പോഴും നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പോസിറ്റീവായ രീതിയിൽ വേണം അതുമായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്തിട്ട് പോകാനുണ്ട്. ദ എൻഡ് റിസൾട്ട് ഓഫ് അഡാപ്റ്റേഷൻ ഇസ് നോർമൽ ഒപ്റ്റിമൽ ഫംഗ്ഷനിങ് ഇൻ ഓൾ ഡയമെൻഷൻസ്. എപ്പോഴും അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒപ്റ്റിമൽ ഫംഗ്ഷനിങ് ആയിരിക്കും, നല്ല രീതിയിൽ അതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സ്ട്രെസ് ആൻഡ് അഡാപ്റ്റേഷൻ ആർ മേജർ കമ്പോണൻസ് ഇൻ ഹെൽത്ത് ആൻഡ് ഇൽനെസ് ആൻഡ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് നഴ്സിംഗ് കെയർ. സ്ട്രെസ് ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് രണ്ട് ആസ്പെക്റ്റ് ആണ്. അത് എപ്പോഴും ഹെൽത്തിനും ഇൽനെസ്സിനും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്താൽ സ്ട്രെസ് നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ട്രെസ് ഇസ് മാനിഫെസ്റ്റഡ് ഇൻ ഡിഫറെന്റ് വേസ്. സ്ട്രെസ് പല രീതിയിലായിരിക്കും നമുക്ക് ഓരോരുത്തരിൽ കാണുന്നത്. ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആൻസൈറ്റി, ആങ്കർ, ഡിപ്രഷൻ, fear and denial. We can see each one in detail. What is anxiety? Anxiety is defined as uneasy feeling of impending danger. നമുക്ക് മുന്നിൽ ഒരു അപകടമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു അൺഈസി ഫീലിംഗിനെ നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുന്നത് അല്ലേ. നമുക്കിപ്പം ഒരു എക്സാം വരുന്നു, അപ്പം നമ്മൾ ആങ്ഷ്യസ് ആവും. മുന്നിൽ നമ്മൾ ഒരു കാര്യം കാണുന്നു, സോ വി ഗെറ്റ് ആങ്ഷ്യസ്. ഓക്കെ, It can result in tension and disequilibrium. ആങ്സൈറ്റി കൂടുന്നതോറും നമ്മുടെ ടെൻഷൻ കൂടുന്നു, അതുപോലെ ഇപ്പം നമ്മൾക്കൊരു നോർമൽ ബാലൻസിൽ നമ്മൾ വിട്ടുപോകുന്നു, ഡിസിക്ലിബ്രിയത്തിലേക്ക് പോകുന്നു. ഇൽനെസ് ത്രെട്ടൻസ് വൺ സോഴ്സ് ഓഫ് ഹോൾനെസ്, കണ്ടെയ്ൻമെന്റ്, സെക്യൂരിറ്റി ആൻഡ് കൺട്രോൾ. അപ്പം ഇൽനെസ് വരുമ്പോൾ നമ്മുടെ ഒരു ഇക്വിലിബ്രിയം ചേഞ്ച് ആവുന്നു, സോ വി വിൽ ബി ആങ്ഷ്യസ്. The goal of nursing care is to promote equilibrium so that the energy could be utilized for healing and recovery.
നഴ്സിംഗ് കെയർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം അഡിക്വേറ്റ് ഇക്വിലിബ്രിയത്തിൽ പ്രൊമോട്ട് ചെയ്യുക. ത്രൂ ദാറ്റ് ദ റിക്കവറി ക്യാൻ ബി ഗെറ്റ് മോർ ഈസിയർ. ഓക്കെ, അപ്പൊ അതായിരിക്കണം നഴ്സിംഗ് കെയറിന്റെ ഗോൾ എന്ന് പറയുന്നത്. മാക്സിമം ആൻസൈറ്റി പേഷ്യൻസിന് കുറയ്ക്കുക. Nursing measures that reinforce a sense of control and autonomy can be tried wherever possible. Allowing small choices and participating him into care goes a long way to reduce anxiety and to feel self-worth. ഇപ്പോൾ നഴ്സിംഗ് മെഷേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം പേഷ്യന്റിന് തന്നെ അവർക്കൊരു ഓട്ടോണമി, അവർക്കൊരു സെൽഫ് ഡിസിഷൻസ് എടുക്കുന്ന രീതിയിൽ അവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ കെയർ കൊടുക്കേണ്ടത്. Another cause of anxiety for ICU patients is social isolation. അവരൊരു ഐസൊലേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരു ഐസൊലേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി they may get anxious. So we should provide more visiting time for the patients. We should provide the mingling time for the patients to communicate with their family members. The security of the patient is questioned. That is the third reason for getting anxiety. So many people associate stay with severity of illness and death of relatives and friends. There is some security issues ആണ്, അല്ലെങ്കിൽ അവർ പ്രോപ്പർ സെക്യൂർ ആണോ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിൽ, അല്ലെങ്കിൽ അവരുടെ പ്രൈവസി ആസ്പെക്റ്റ് ഒക്കെ അതും അവരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ദെൻ കോപ്പിംഗ് വിത്ത് ആൻസൈറ്റി, എങ്ങനെ നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റും. Patients are encouraged to think positively and verbalize internal turmoil that is going on. അവരുടെ മാക്സിമം പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കുക. നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്, നല്ല റെസ്പോൺസ് ആണ് കാണിക്കുന്നത്, അങ്ങനത്തെ പോസിറ്റീവ് ആസ്പെക്ട് കൊടുക്കുക. We should be encouraged to talk others and to speak accurately. അവരുടെ കാര്യങ്ങൾ അവരോട് ചോദിക്കുക, ഇപ്പൊ എങ്ങനെ തോന്നുന്നു, അങ്ങനെ അവരോട് നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക. Allow him to participate in decision making can reduce his sense of helplessness. കൂടുതലും അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക അവരുടെ ആക്ടിവിറ്റീസിൽ. റിലാക്സേഷൻ ആൻഡ് മെന്റൽ ഇമാജിനറി, കൂടുതൽ റിലാക്സേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ അവരെ അലോ ചെയ്യുക. Then mental imagery means the useful techniques to help to reduce their tensions. In this process, patient is encouraged to imagine himself in very pleasant experience. പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കുക. അത് നല്ലൊരു ഗൈഡഡ് ഇമാജിൻ എന്ന് പറയും. അതായത് നല്ലൊരു പീസ്ഫുൾ എൻവയോൺമെന്റിനെ പറ്റി അവർ മെന്റലി അത് ഇമാജിൻ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അവരുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ട് സാധിക്കും. The next is anger. It is a strong emotional response characterized by feelings such as resentment, dislike, and feeling of vengeance. When this is detected, itself is labeled as guilt. അതൊരു ഇമോഷണൽ റെസ്പോൺസ് ആണ് ദേഷ്യം എന്ന് പറയുന്നത്. പലപ്പോഴും അതൊരു ഫംഗ്ഷൻ ഓഫ് ലോസ് ഓർ ഗ്രീഫിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമോഷണൽ റെസ്പോൺസ് നമ്മൾ ആങ്കർ എന്ന് പറയുന്നത്. അതും ചിലപ്പോൾ ICU പേഷ്യൻസ് കാണിക്കാറുണ്ട്. ചിലപ്പം അവരൊട്ടും കോപ്പറേറ്റീവ് ആവത്തില്ല. അത് മനഃപൂർവ്വം ആയിരിക്കത്തില്ല, അവരുടെ ആ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ കാണിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് ഇമോഷണൽ ഫീലിംഗ് ആണ് ആങ്കർ എന്ന് പറയുന്നത്. ഡിപ്രഷൻ, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് മോർണിംഗ് മേക്ക് ബൈ ലോ സെൽഫ് എസ്റ്റീം. ഡിപ്രഷൻ, അവർ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആവുന്നു, മറ്റൊരാളിൽ അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഡിപ്പെൻഡന്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു ഡിപ്രഷൻ തോന്നാം. അല്ലെങ്കിൽ അവരുടെ ഡിസീസ് കണ്ടീഷനെ പറ്റി എന്തുകൊണ്ട് ഇവർക്കത് സംഭവിച്ചു, ഇതായിരിക്കും എൻ്റെ അവസ്ഥ, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്ക് ഡിപ്രഷനിലേക്ക് പോകാം. ഇറ്റ് ഇസ് എ യൂണിവേഴ്സൽ ഫൈൻഡിങ് അമംഗ് പേഷ്യൻസ് ഇൻ CCU, particularly when hospitalizations belong. അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് റിക്കവറി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഡിപ്രഷനിലേക്ക് പോകാം. ഡിപ്രഷൻ ഇസ് മാനിഫെസ്റ്റഡ് ആസ് അനോറക്സിയ, ഓവർ ഈറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ, decreased energy, lack of pressure. ഡിപ്രഷൻ പല രീതിയിൽ അവർ എക്സ്പ്രസ് ചെയ്യും. ചിലപ്പോൾ അവർ ഫുഡ് കഴിക്കത്തില്ല, അല്ലെങ്കിൽ ഫുഡിനോട് കാണിക്കുന്ന ഒരു അവേർഷൻ, അല്ലെങ്കിൽ അവർ ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല, അവർ എപ്പോഴും ഒരു എന്താ പറയുക ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സാഡ്നെസ്സിലേക്ക് അവർ പോകാറുണ്ട്. So the nurse should provide an empathetic care to such patients. Then fear. It is induced due to many factors in ICU. It can be fear of the unknown, fear of death, fear of being attached to machines. Completely ഒരു മെഷീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഓക്സിജൻ സപ്പോർട്ട് ഒക്കെ ആണെങ്കിൽ ബൈപ്പാപ്പിലുള്ള പേഷ്യൻസ് ആണ്, ഇത് മാറ്റി കഴിയുമ്പോൾ അവർക്ക് പേടിയാണ്, അവർക്ക് ശ്വാസം കിട്ടാതിരിക്കുമോ, അല്ലെങ്കിൽ ഇപ്പോഴും അവർ ഡിപ്പെൻഡന്റ് ആവുന്നു, മെഷീൻ ഓഫ് ചെയ്ത് അവർ മരിച്ചു പോകും, അങ്ങനത്തെ ഒക്കെ ഫിയർ ഓഫ് ഡെത്ത് ഉണ്ട്. അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ആളെ മരിക്കുന്നു, തൊട്ടടുത്ത ബെഡിലെ ആൾ മരിക്കുന്നു, തീർച്ചയായിട്ടും നാളെ ഞാനായിരിക്കും. മീൻസ് ആ ഒരു ഫീലിംഗ് ആണ് പേഷ്യന്റ് എപ്പോഴും വരുന്നത്. All these can be reduced by an understanding nurse who takes time to talk to, explain the progress and listen to the patient. അപ്പോൾ അവരോട് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ കേൾക്കുക, അവരുടെ ടെൻഷൻസ് മനസ്സിലാക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുക. Denial. It is a refusal to accept the reality of situations cognitively or affectively. റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, ദാറ്റ് ഇസ് ഡിനയൽ അല്ലെ. ഇറ്റ് ഈസ് എ ഇനിഷ്യൽ ഹ്യൂമൻ റെസ്പോൺസ് ടു ലോസ്. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാൽ ആദ്യമേ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു ഇത് സംഭവിച്ചിട്ടില്ല, ദാറ്റ് ഇസ് ഡിനയൽ. Denial of critically ill patient represents a flight mechanism. The nurse has to accept and recognize the patient's illness. She communicates acceptance through her tone of voice, facial expressions, and use of touch. ഇങ്ങനെയൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ല,
ഇപ്പം കാർഡിയക് പേഷ്യൻസിനാണെങ്കിൽ തന്നെ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ റിക്കവർ ആയിക്കോളാം, ഇതൊന്നുമല്ല, ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല, ചിലപ്പോൾ അങ്ങനെ തോന്നുക. മീൻസ് അവർ അതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, അവർക്ക് അസുഖമാണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദാറ്റ് ഇസ് ഡിനൈ. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ഇപ്പം എനിക്ക് ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല, ചുമ്മാ എന്നെ ഇവിടെ കിടത്തിരിക്കുകയാണ്, അങ്ങനെ ചിലപ്പോൾ ചില പേഷ്യൻസ് പറയാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മാക്സിമം അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അതൊക്കെയാണ് നേഴ്സ് ചെയ്യേണ്ടത്. Then, nursing interventions to promote psychosocial well-being ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. അതേ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നഴ്സിംഗ് ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണ്? റെസ്ട്രിക്ട് ദ യൂസ് ഓഫ് റീസ്ട്രെയിൻസ്. ഇപ്പം ഇഫ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് സച്ച് കൈൻഡ് ഓഫ് റീസ്ട്രെയിൻ തെറാപ്പി. എപ്പോഴും റീസ്ട്രെയിൻ ചെയ്യുന്നത് ഒത്തിരി പേഷ്യൻറ്റിൻ്റെ എന്താ പറയുക, പേഷ്യൻറ്റിൻ്റെ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. പേഷ്യൻ്റ് വെന്റിലേറ്റർ അതില്ലെങ്കിൽ ഓക്സിജൻ ട്യൂബ് വലിച്ചെറിയുക, അല്ലെങ്കിൽ വെന്റിലേറ്റർ വലിച്ചെറിയുക, ആർട്ട് ലൈൻ ബ്രേക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പേഷ്യൻ്റ് പോവുകയാണെങ്കിൽ നമുക്ക് റീസ്ട്രെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ പേഷ്യൻ്റ് കുറച്ച് വീനിങ് സ്റ്റേജ് വന്ന് പേഷ്യൻ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് പേഷ്യൻ്റ് ഒരിക്കലും റീസ്ട്രെയിൻ ചെയ്യരുത്. ഇപ്പം നമ്മുടെ കൈ തന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി നമ്മുടെ കൈ രണ്ടും കെട്ടിയിട്ടിരിക്കുക, കാല് കെട്ടിയിരിക്കുക, പക്ഷെ നമ്മൾ കോൺഷ്യസ് ആണെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ആ ഒരു സെയിം ഫീലിംഗ് നമ്മൾ പേഷ്യൻറ്റിന് കണ്ടാൽ മതി. ഓക്കെ, ചേഞ്ച് പൊസിഷൻസ് പീരിയോഡിക്കലി, വി ഹാവ് ടു ചേഞ്ച് ദെയർ പൊസിഷൻസ്. എംപ്ലോയി ആക്റ്റീവ് ലിസണിങ്, അവരെ നന്നായിട്ട് കേൾക്കുക. നഴ്സ് ഷുഡ് ബി എ ഗുഡ് ലിസണർ, ദെൻ ഓൺലി മെജോറിറ്റി ഓഫ് ദ പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ്. പ്രൊവൈഡ് ഇൻഫർമേഷൻ, ഇപ്പം അവർക്ക് പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ കൊടുക്കുക. ഇപ്പം ഡോക്ടേഴ്സ് പേഷ്യൻ്റ് കോൺഷ്യസ് ആവുന്ന കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഇപ്പം ഇൻഡിവിജ്വൽ ചെയ്ത് നടക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഒരിക്കലും ആപ്ലിക്കബിൾ ആവത്തില്ല. പേഷ്യൻ്റ് കോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഡോക്ടർ വന്ന് കണ്ടതിന് ശേഷം അവർ ചിലപ്പോൾ ചോദിക്കും, എന്താ ഡോക്ടർ പറഞ്ഞത്, എന്താണ് ഇന്നത്തെ കണ്ടീഷൻ, ഇപ്പം എൻ്റെ ബ്ലഡൊക്കെ നോർമൽ ആണോ, ബ്ലഡ് റിപ്പോർട്ട്സ് ഒക്കെ ഓക്കെയാണ്. നമ്മൾ ഡോക്ടർ റൗണ്ട്സ് കഴിഞ്ഞ് പോയെങ്കിൽ നമ്മൾ പറയണം, ഇപ്പം റിപ്പോർട്ട്സ് എന്തൊക്കെയാണ്, ഇമ്പ്രൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ട്. പോസിറ്റീവ് ആയ രീതിയിൽ മാക്സിമം അവരെ ഇപ്പം 2 ദിവസത്തിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ നമുക്ക് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ. ഹെൽപ്പ് ക്ലാരിഫൈ ഓപ്ഷൻസ്, അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ദേഷ്യപ്പെട്ടല്ല അവരോട് എപ്പോഴും സംസാരിക്കേണ്ടത്. ഒപ്റ്റിമൈസ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് യൂസ് ഓഫ് റിസോഴ്സസ്, കൂടുതലും അവർക്ക് മാക്സിമം അവർ റിസോഴ്സസ് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇപ്പം റിപ്പോർട്ട്സ് ആണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, റിപ്പോർട്ട്സ് അവർ ചോദിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. റെഗുലേറ്റ് സെൻസറി സ്റ്റിമുലേഷൻസ്, ദെൻ അലോ വിസിറ്റിംഗ് ആസ് പെർ സിസി റൂൾ, അവർക്ക് ബൈസ്റ്റാൻഡേഴ്സിനെ കാണാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുക. എംപ്ലോയ് റിലാക്സേഷൻ ടെക്നിക്സ് ആൻഡ് മെന്റൽ ഇമാജിനറി, റിലാക്സേഷൻ ടെക്നിക്സ് മാക്സിമം ഇംപ്ലിമെന്റ് ചെയ്യുക. യൂസ് ടച്ച് ആസ് എ തെറാപ്യൂട്ടിക് ഡിവൈസ്, എപ്പോഴും ടച്ചിന് അതിൻ്റെതായുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പേഷ്യൻറ്റിനോട് ഒന്ന് ജസ്റ്റ് അവരുടെ തോളയിൽ തട്ടുക, അല്ലെങ്കിൽ എന്ത് പറ്റി, ഇപ്പം എങ്ങനെ തോന്നുന്നു, വേദന കുറവുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ പേഷ്യൻറ്റ് കുറച്ചൊരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടും. ഒപ്റ്റിമൈസ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ, അവരുടെ ഇന്റേണൽ പാരാമീറ്റേഴ്സ് ലൈക്ക് BP ഒക്കെ സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ്, അങ്ങനത്തെ ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് നന്നായിട്ട് മോണിറ്റർ ചെയ്യുക. എസ്റ്റാബ്ലിഷ് ഒപ്റ്റിമൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പോസിറ്റീവായുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. റിഡ്യൂസ് സെൻസറി ഓവർലോഡ്, ഇപ്പം അവർക്ക് വൈകിട്ട് ആണെങ്കിൽ പേഷ്യൻറ്റ് മാക്സിമം ഡിം ലൈറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അലാംസ് ആണെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള അലാംസ് ആണെങ്കിൽ അത് ഓഫ് ചെയ്തിടുക. ഓക്കെ, ശരിക്കും വെന്റിലേറ്റർ പോലുള്ള അലാംസ് ആണെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിന്റെ പേഷ്യന്റിനെ ഡിസ്റ്റർബ് ആവുന്ന രീതിയിൽ മാക്സിമം അലാംസ് ഓഫ് ചെയ്തിടുക. ഓക്കെ, ദെൻ ഓറിയന്റ് ദം ടു ടൈം, പ്ലേസ്, ഡേ ആൻഡ് ഡേറ്റ്, അവർ ഏത് ദിവസമാണ്, ഇപ്പം വ്യാഴാഴ്ച രാവിലെ ഇത്ര മണിയാണ്, അതിന് ആ ഒരു രീതിയിൽ അവർ ഓറിയന്റ് ചെയ്യുക. പ്രൊവൈഡ് എംപത്തറ്റിക് സപ്പോർട്ട്. ഓക്കെ, so in this class we have learned regarding what are the psychosocial aspects of critical care nursing. In that we have seen regarding the stress and coping. Okay, how they will cope. Stress means stressors എന്ന 2 aspect ഉണ്ടായിരുന്നു, related to the patient and family and സ്റ്റാഫിന്റെ സ്ട്രെസ് നമ്മൾ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് അവരെ സ്ട്രെസ് കോപ്പ് ചെയ്യുന്നത്, ചില പേഷ്യൻസ് ആങ്കർ സ്ട്രെസ്സിനെ അവരെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ചിലത് ആങ്കർ, ചിലർ ഡിനൈൽ, ചിലർ ഡിപ്രഷൻ, ചിലർ ആങ്സൈറ്റി. ഓക്കെ, വി ഹാവ് സീൻ the different aspect of these mechanisms and how we can treat. Nursing interventions എന്തൊക്കെയാണ്, എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലീസ് ഗോ ത്രൂ ദിസ് നോട്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, സൈക്കോസോഷ്യൽ ആസ്പെക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്ട് തന്നെയാണ്. അത് തിയററ്റിക്കൽ ആസ്പെക്ട് ആസ് വെൽ ആസ് പ്രാക്ടിക്കൽ വ്യൂ, ഒരു എങ്ങനെയായിരിക്കണം ഒരു പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യേണ്ടത്, ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്ലീസ് ഗോ ത്രൂ ദിസ് നോട്ട്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു.